ഗൈസ്, പാലക്കാട് ഒറ്റപ്പാലത്ത് ഇന്നസെന്റ് എന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എന്റെ ഗുരുവായിട്ടുള്ള രതീഷ് കാരേക്കാട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിനോട് സംസാരിക്കാം. ഗുരു രതീഷ് കാരേക്കാട്, ഇങ്ങനെ സുഖല്ലേ? സുഖം, പരമാനന്ദം. പരമാനന്ദം. അപ്പൊ പ്രൊമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ. ഞാൻ ഇപ്പൊ മലപ്പുറത്തുനിന്ന് രതീഷ് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. അമ്മയുടെ വീട്ടിന്നേ. അതെ, കാണാൻ വേണ്ടി. ഗുരു അല്ലേ, കാണാതിരിക്കാൻ പറ്റൂലല്ലോ. ചേട്ടാ ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നു പരിപാടി? സവാരിഗിരി. അതെ അതെ അതെ, രതീഷ് ചേട്ടൻ വിളിച്ചപ്പോൾ വന്നത്. ഇവിടെ അടുത്ത വീട്. പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതുവരെ കാണാത്ത കൈകൊട്ടിക്കളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നസെന്റ് മൂവിയിലെ ഡയറക്ടർ സാറാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേറെ അവിടെ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കണ്ടിട്ടില്ലല്ലോ. അത് വളരെയധികം വ്യത്യസ്തമായിട്ട് കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറേ, എന്താണിത്? കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക ആണ്. ഫുൾ പുതുമുഖങ്ങളുടെ സിനിമയാണ് കൂടുതൽ. അപ്പോൾ എന്തായാലും അടിപൊളിയാവും അല്ലേ? അതെ, അല്ല, ഒരുപാട് കലാകാരികൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കലാകാരനാണ്, എൻ്റെ ഗുരുവാണ്. ടി വി പ്രോഗ്രാമിലൊക്കെ എൻ്റെ ഗുരുവാണ്. പ്രൊഡ്യൂസറാണ്. ആക്ടറാണ്, പ്രൊഡ്യൂസറാണ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം കലാരംഗത്തുണ്ടായിരുന്ന ആളാണ്. പുള്ളി രക്ഷപ്പെട്ടു, രതിശേഷം കഷ്ടപ്പെട്ടു. സിനിമയ്ക്ക് കിട്ടാത്ത ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ കാലം ഒരു ചിരി ചിത്രത്തിന്, ഒരു ചിരി ഉള്ള ഒരു സിനിമയ്ക്ക് വരാവുന്ന ആൾക്കാരാണ് ഇതെല്ലാം. സിനിമ തുടങ്ങാൻ പോവുകയാണ്, അവർ കയറാൻ പോവുകയാണ്. ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ലക്കടി ഒറ്റപ്പാലം. അപ്പം ഇത്രയും പേര് വന്നത് ആ സിനിമയുടെ വിജയമാണ്, ഞങ്ങളുടെ വിജയമാണ്. അപ്പോഴേക്കും ഈ സിനിമയുടെ നായകനായിട്ടുള്ള അൽത്താഫ് വന്നുട്ടാ. രക്ഷയില്ല. അത് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ചോദിച്ചു, ഒറ്റ ടൈക്കിൽ എടുത്തതാണോ? എല്ലാവരും അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. പുള്ളിക്കാരനുമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. അടുത്തതായി കൈകൊട്ടിക്കളി കളിച്ച ടീമിനൊക്കെ ട്രോഫിയും സമ്മാനമൊക്കെ കൊടുക്കുന്ന പരിപാടിയായിരുന്നു. പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള കേക്ക് മുറിക്കൽ പരിപാടിയാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്നത്. ഇനി ഷോ നടക്കുന്നതിന്റെ ഇടയിൽ തിയേറ്ററിനുള്ളിൽ കയറാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെക്കാൾ എന്ത് തിരക്കല്ലേ വിനോദന്റെ അവരെന്റെ പുറകിലുണ്ടായിരുന്നല്ലോ, പിന്നെ അവന് വിട്ടുപോയി. കഴിക്കാവുന്ന സാധനം പള്ളി. എന്നിട്ടാണോ ചേട്ടൻ ഈ മണ്ണിലേക്ക് കപ്പലിട്ട് നടക്കുന്നത്? ചേട്ടാ, എത്ര പേര് ഈ മണ്ണിൽ മൂത്രം വെച്ചിട്ടുണ്ടാവും? എത്ര പേര് ഈ മണ്ണിൽ താഴ്ത്തിച്ചു നോക്കിയിട്ടുണ്ടാവും? എത്ര പേര് ഇതിൽ ചവിട്ടിയാൽ? ഇനി നേരെ പാലക്കാട് ആരോഗ്യ തിയേറ്ററിലേക്കാ പോകുന്നത്. ഈ ചേട്ടൻ ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതിലായിരിക്കും ചേട്ടൻ കത്തി കയറാൻ പോകുന്നത്.
അടിപൊളിയായിരുന്നു എല്ലാവരും പറഞ്ഞത്. നമ്മൾ നേരത്തെ അവിടെ ഒറ്റപ്പാലത്ത് പോയപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ട് ചേട്ടൻ അടിപൊളിയായിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗൈസ് നമ്മുടെ രതീഷേട്ടനും ഉണ്ണിയേട്ടനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെയായിട്ട് എപ്പോഴും കാണുന്നുണ്ട് അല്ലേ? അടുത്തിൽ മറ്റേ വിക്ടോറിയ കോളേജിൽ വന്നപ്പോഴും അതിന് മുമ്പ് മറ്റേ കോപ്പറേറ്റീവ് കോളേജിൽ എല്ലാ പരിപാടിക്കും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആരാണ് ഏട്ടാ? ആരേട്ടാ അതിന്. അപ്പം എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇന്നസെന്റ് മൂവിയിൽ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വാക്കിലും പറയാൻ പറ്റില്ല. ഡയറക്ടർ തൊട്ട് പ്രൊഡ്യൂസർ തൊട്ട് പടത്തിന്റെ ക്രൂ മൊത്തം ചേർത്ത് പിടിച്ചു, മാറ്റി നിർത്തിയിട്ടില്ല. അവരെ കേരളത്തിലേക്ക് ഫസീസക്ക, നമ്മുടെ ജോമോൻ, പ്രൊഡ്യൂസർ സാർ, പിന്നെ നോബിച്ചേട്ടൻ, പ്രൊഡക്ഷൻ കൺട്രോളർ സുരേഷ് ഏട്ടൻ, അതുപോലെ എല്ലാവരും, വിഷ്ണു പ്രകാശ് ഏട്ടനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പടം ക്രൂ മൊത്തം പടത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്നസെന്റ് മൂവി കണ്ട തിയേറ്ററിൽ കയറി ചിരിച്ച് ഹാപ്പി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കാം. എവിടെയെങ്കിലും എത്ര വീൽ ചെയറിലിരിക്കുന്ന കിടക്കപ്പോയി കിടക്കുകയാണെങ്കിലും സങ്കടപ്പെടാതെ പുഞ്ചിരി വരുന്നൊരു കോൺഫിഡൻസ് വേണം. ഹാപ്പി ആയിരിക്കാം. ഇന്നസെന്റ് മൂവി എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ പാലക്കാട് വന്നിട്ട് നമ്മുടെ മുന്നേറ്റം വന്നില്ലെങ്കിൽ നടക്കുന്നത് അല്ലേ? എനിക്കറിയായിരുന്നു എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും സന്തോഷം. ഇനിയാണ് തിയേറ്ററിന്റെ ഉള്ളിലെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ പരിപാടിയെല്ലാം അടിച്ച് പൊളിച്ച് ഉഷാറാക്കി. എന്തായാലും വളരെയധികം കോമഡികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.